ചിലർക്ക് മാത്രം ഈ അതീന്ദ്രിയ അനുഭവങ്ങൾ സംഭവിക്കും. ഗന്ധർവക്ഷത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രാമേന്ദ്രൻ മരിച്ചു ബോഡിക്ക് ഒരാഴ്ചയെ കുടുംബം. അപ്പം ഞാൻ ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ആവാസ സ്ഥലത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോയി. പോയപ്പോഴത്തേക്ക് എനിക്കൊരു ചന്ദനസ്ഥിരിയുടെ ഗന്ധം കിട്ടി. ഒരു ട്രാജഡിയിലേക്കാണ് പോകുന്നത്. അവരുടെ ചിന്തകൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ ആവപ്പോഴും ഞെട്ടി. കാര്യം നമ്മൾ അപ്പോഴും ആ ചിന്തകളിൽ തന്നെ കിടക്കുകയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ സാറ് പഠിപ്പിക്കുന്ന സമയത്ത് സാറേ ഇത് പഠിപ്പിച്ചാലേ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഇത് പഠിപ്പിച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പിൽക്കാലത്ത് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ ഗുഡ്നസ് മനസ്സിലായത്. അപ്പം ഞാൻ വീട്ടിൽ വന്നത് പറയുമ്പോൾ എല്ലാം ചിരിക്കുകയാണ്. കാര്യം ഇത്തരം അനുഭവങ്ങൾ അത് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി. പക്ഷെ അങ്ങക്ക് കിട്ടിയത് 3 ദിവസത്തിന് മുമ്പ് വന്നപ്പം അതേ സ്ഥലത്ത് ചന്ദനത്തിൻ്റെ ഗന്ധവും. നമസ്കാരം, അമേസിംഗ് റേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗിരീഷ് നമശിവായ. ചില പ്രത്യേകതയുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ചിലർക്ക് മാത്രം ഈ അതീന്ദ്രിയ അനുഭവങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ കൂടുതലും ഈ നോവലുകളിലാണ് കൂടുതലും ഇത്തരം ജിജ്ഞാസ വളർത്തുന്ന കാര്യങ്ങൾ. ഇപ്പം സുനിൽ പരമേശ്വർ സാറ്, അദ്ദേഹം അനന്തഭദ്ര മിസ്റ്റിക് ഒരു മിസ്റ്ററിയാണ് മൊത്തം. അതെ, അപ്പം അതെ, കാന്തല്ലൂർ സ്വാമി എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിലുള്ള കഥകളാണ് കൂടുതൽ അദ്ദേഹം എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില നോവലുകൾ പഴയ ഇപ്പോൾ ഉദാഹരണം ഒരു ചില സിനിമകളുണ്ട്. അതായത് ഒടിയനും ഞാൻ പഴയ കാലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമയുണ്ട്, നസീറിൻ്റെ സിനിമ ഗന്ധർവക്ഷത്രം. എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയൊരു സിനിമയാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം പേര് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഗന്ധർവൻ, ഞാൻ ഗന്ധർവൻ്റെയും അതിന് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് ഞാൻ പറയും അതിന്. കാര്യം അന്നത്തെ കാലത്ത് കൂടുതൽ ഡ്രമാറ്റിക് അല്ലാതെ അതിന് വളരെ നാച്ചുറലായിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ കളിയാണെന്ന് കൃത്യമായിട്ട് അന്നേ പറഞ്ഞു കഥാകൃത്ത്. അത് പിന്നെ നസീറായിരുന്നാലും. അപ്പം അതിൽ ശാരദ എടുത്ത ഒരു ക്യാരക്ടർ, ശാരദയ്ക്കാണ് ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് ഒടുവിൽ അത് ഭയങ്കര രസകരമായിട്ടാണ് അത് മാറ്റുന്നത്. രസകരം എന്നല്ല, ഒരു ട്രാജഡിയിലേക്കാണ് പോകുന്നത്. അവരുടെ ചിന്തകൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഞാനത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹിച്ചു. ഗന്ധർവ ക്ഷേത്രം ഇപ്പം ചെന്ന് കാണാം, അത് ഇത്തരം ഒരു മിസ്റ്ററി സിനിമയാണെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ ആവപ്പോഴും ഞെട്ടി. അപ്പം അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, കഥകൾ, സിനിമകളാണല്ലോ നമ്മൾ ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സിനിമ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഒരു കരിയിനെ അനങ്ങിയാലും നമ്മൾ പേടിക്കും. കാര്യം നമ്മൾ അപ്പോഴും ആ ചിന്തകളിൽ തന്നെ കിടക്കുകയാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളുള്ള സമയത്താണ് നമ്മൾ ഈ ചർച്ചയിൽ നിൽക്കുന്നത്. അങ്ങക്ക് ഇത്തരത്തിലുള്ള അതീന്ദ്രിയ അനുഭവങ്ങൾ, ഇപ്പം അങ്ങൊരു എഴുത്തുകാരൻ കൂടിയാണല്ലോ, എഴുത്തുകാർക്കാണല്ലോ കൂടുതൽ എഴുതാനും അനുഭവിക്കാനും. മിക്കവാറും പലരും അനുഭവിച്ച കാര്യങ്ങളാണ് എഴുത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അങ്ങക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതീന്ദ്രിയ അനുഭവം എന്ന് പറയുമ്പോൾ ശരിക്കും കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു പഠിപ്പിസ്റ്റായിരുന്നു എന്ന് പറയാം. പഠിപ്പിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലേബർ ഇന്ത്യ എന്നുണ്ട്, ലേബർ ഇന്ത്യ, ബി ഗൈഡ്. അപ്പം നമ്മുടെ ഈ സാറ് പഠിപ്പിക്കുന്നതിന് മുമ്പേ പാഠഭാഗങ്ങൾ വായിച്ചിട്ട് ലേബർ ഇന്ത്യയൊക്കെ നോക്കി അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം പ്രശ്നം എന്ന് വെച്ചാൽ സാറ് പഠിപ്പിക്കുന്ന സമയത്ത് സാറേ ഇത് പഠിപ്പിച്ചാലേ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റിരിക്കും. ഇത് പഠിപ്പിച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മറ്റു കുട്ടികളെ ചലഞ്ച് ചെയ്യും. അങ്ങ് നേരത്തെ പഠിച്ചോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മറ്റു കുട്ടികൾ പറയും അതല്ല ഞാൻ പഠിപ്പിച്ചല്ലെന്ന് പറയും. ഇത് പലതവണ ആവർത്തിച്ചപ്പോഴത്തേക്ക് ടീച്ചറും ചോദിച്ചു ഈ കുട്ടി എന്താണ് ഇങ്ങനെ. അപ്പം ഞാനും ചിന്തിച്ച് എനിക്കിത് പഠിപ്പിച്ച പോലെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. മീൻസ് ഞാനത് ലേബറിൻ്റെ നോക്കിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ പിൽക്കാലത്ത് ഞാനത് ചിന്തിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ ഗുഡ്നസ് മനസ്സിലായത്. ആക്ച്വലി ഇത് എൻ്റെ ഉപബോധ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത് ഈ ബുക്ക് വായിക്കുമ്പോഴേ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവണം, ചിന്തിക്കുകയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള തോന്നലുണ്ടായി. പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി അതിനെയാണ് ദേജാവു എന്ന് പറയുന്നത്. ആക്ച്വലി ഈ സാധനമാണ് ദേജാവു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സ്പിരിച്വലിസ്റ്റുകൾ പറയുന്ന സാധനം.
നമ്മുടെ ഉപബോധ മനസ്സിൽ എപ്പോഴോ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ചില ചിന്തകൾ, ചില സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത് നേരത്തെ നമ്മളോട് വന്നിട്ടുണ്ടല്ലോ, നേരത്തെ കടന്നു പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നത് മനസ്സിന്റെ ഒരു ഇല്യൂഷനാണ്. അതിനകത്ത് ഒരു അതീന്ദ്രിയത്വം അവകാശപ്പെടാനില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ല, അങ്ങ് തുടക്കത്തിൽ ഞാൻ എൻ്റെ ഒരു അതീന്ദ്രിയ അനുഭവം എന്നാണ് പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും എനിക്കൊരു അതീന്ദ്രിയമായിട്ടുള്ള അനുഭവം ഉള്ളത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. ഞാനത് ചുരുക്കി പറയാം. അതായത് ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്താണ് ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നത്. എൻ്റെ വൈഫ് ഹൗസ് കരമനയാണ്. കരമന അതിനടുത്ത് തന്നെയാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ കരമന പ്രദേശത്ത് ദുർഗാനഗറിലാണ്. അപ്പോൾ അവിടെ ഒരു വൃദ്ധനായിട്ടുള്ളൊരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അയാൾക്ക് വേറെ ആരും ഇല്ല, അഗതിയാണ്, അവധൂതനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അയാളിങ്ങനെ കീറിപ്പറഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ നടക്കും. അപ്പോൾ ആളിങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചിലപ്പം 10 രൂപ 20 രൂപ കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെന്ന് വെച്ചപ്പോൾ കാശ് മേടിച്ചിട്ട് ആളിങ്ങനെ ചെറുതായിട്ടൊന്ന് കൈവപ്പിച്ച് കൊടുത്തിട്ട് അങ്ങ് പോകും. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ഇയാളുമായിട്ട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായി. വൈഫ് ഹൗസ് അവിടെയാണ്, ഞാൻ എപ്പോഴും പോകുന്നുണ്ടല്ലോ. അപ്പം ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഭയങ്കര അഫെക്ഷൻ പോലെ ആയിപ്പോയി അത്. ഒരു ദിവസം ഞാൻ 2 ദിവസം എന്നെ കണ്ടില്ല. അപ്പോൾ അയാൾ പിറ്റേന്ന് ഒരു ദിവസം ദൂരെ നിന്ന് ഓടി വന്നിട്ട് സാർ എവിടെ പോയിരുന്നു എന്നുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പനിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരന് കൈ ഇച്ചിരി അഴുക്കായ കൈയാണെന്ന് ചോദിച്ചു. കൈയെടുത്ത് എൻ്റെ നെറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് പനി കുറഞ്ഞിട്ടില്ല, സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ, അങ്ങനെ ആരോടും മിങ്കിൾ ചെയ്ത് ഇടപെടുകയോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു അഫെക്ഷൻ കാണിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല ഈ വ്യക്തി. അപ്പം ഞാൻ അതിനുശേഷം പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്തോ ഒരു ചെരുപ്പോ ഷർട്ടോ എന്തോ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനത് കൊണ്ട് കൊടുക്കണം എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരാഴ്ച ഇദ്ദേഹത്തെ കണ്ടില്ല. ഒരാഴ്ചയിൽ 2-3 ദിവസം തോന്നുന്നു കണ്ടില്ല. അപ്പം ഞാനൊന്ന് പോയി തിരക്കണം എന്ന് വിചാരിച്ചു. ഇദ്ദേഹം താമസിക്കുന്നത് അവിടെ കേസി പെട്ടി കിടക്കുന്നൊരു വീടുണ്ട്. ഭയങ്കരമായിട്ട് കാട് പിടിച്ചിട്ട് അതിനകത്ത് പാമ്പുണ്ട്, ആരും അങ്ങോട്ട് പോകാറില്ല. ആ വീട്ടിനകത്ത് ഒരു ചായ്പ ഒരു സാധനത്തിലാണ് കിടക്കുന്നത് ആള്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം എവിടെ അന്വേഷിക്കുക കാണാത്തപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു. കാര്യം ഞാൻ കാണുന്നതാണല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോയി. ഇതിനു മുമ്പ് അങ്ങോട്ട് അടുത്ത് പോയിട്ടില്ല. ഈ സൈഡിലാണ്, റോഡ് സൈഡിലാണെങ്കിൽ പോലും ഇയാളുടെ താമസിക്കുന്നതിന് അങ്ങോട്ട് പോയിട്ടില്ല, കാട് ആയതുകൊണ്ട്. ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്കൊരു ചന്ദനത്തിരിയുടെ ഗന്ധം കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നു, ആദ്യം വിളിച്ച് രാമേന്ദ്രൻ വിളിക്കുന്നു, അനക്കമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു സായിബാബ, ശുദ്ധി സായിബാബയുടെ ഒരു ചെറിയൊരു ഫോട്ടോ വെച്ചിട്ട് അതിന് മുമ്പ് ചന്ദനത്തിരി എരിഞ്ഞിരുന്നെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ എനിക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഇയാൾ ഇങ്ങനെ വന്ന് അകത്തുനിന്ന് ഭയങ്കര അവശനായിരുന്നു. വളരെ സാറ് വന്നോ എന്ന് പറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്ന പോലെ ഉണ്ട്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വയ്യാതിരിക്കുവാണെങ്കിൽ കൊണ്ട് കാണിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ശരി, പൈസ വില വേണമെന്ന് ചോദിച്ചു. ഒരു 50 രൂപ എന്തോ കൊടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ആ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് പെട്ടെന്ന് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ഞാൻ തിരിച്ച് എൻ്റെ ഓഫീസിലേക്ക് പോയി. കഷ്ടിച്ചൊരു 3 അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും ഈ സംഭവം കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ അതുവഴി പോകുമ്പോഴത്തേക്ക് ഫയർഫോഴ്സ്, വാർഡ് മെമ്പർ, ഒരു കോൺസ്റ്റബിളൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രാമേന്ദ്രൻ മരിച്ചു, ബോഡിക്ക് ഒരാഴ്ചക്കുള്ളിൽ പഴക്കമുണ്ടാകും. ബോഡിക്ക് ഒരാഴ്ചക്കുള്ളിൽ പഴക്കമുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആ വഴിയില്ല. കാര്യം ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അതിനു മുമ്പ് ഞാൻ കണ്ട് സംസാരിച്ച ആളാണ്. ഇപ്പം നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പഴക്കം ഇത്ര ഉണ്ടാകാൻ സാധ്യതയില്ല. അന്ന് അങ്ങ് പോയപ്പോൾ ചന്ദനത്തിന്റെ ഗന്ധം കിട്ടി, എനിക്ക് കിട്ടിയതാണ്. അപ്പം ഞാനത് അപ്പോഴാണ് അയാളുടെ വാസസ്ഥലം ഞാൻ കാണുന്നത്. ശരിക്കും അവിടെ ഈ ശ്രുതി സായിബാബയുടെ പടമുണ്ട്. എല്ലാം ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാര്യം അവധൂതരായിട്ടുള്ള ആൾക്കാർ സാധാരണ വസിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നത് പറയുമ്പോൾ എല്ലാം ചിരിക്കുകയാണ്. കാര്യം ഞാൻ കണ്ടത് ഒരാഴ്ച മുമ്പായിരിക്കും എന്നുള്ള കാഴ്ചപ്പാടിലാണ്. കാര്യം എനിക്കത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യാനും ഓർത്ത് കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ പിന്നെയും വിചാരിച്ചു ഞാൻ കണ്ടത് ആരെയാണ്. അപ്പം ഈ കാരണ ശരീരം എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രന്ഥങ്ങളിൽ വായിച്ചുള്ള അറിവേ നമുക്കുള്ളൂ. അതായത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, സ്ഥൂല ശരീരം എന്ന് പറയുമ്പം നമ്മുടെ ശരീരം, അതിനുള്ളിലെല്ലാം ഇരിക്കുന്ന ആത്മാവെന്ന് പറയുന്നതാണ് കാരണ ശരീരം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഇനി, അതോ ഇനി ഞാൻ കണ്ടത് ഒരാഴ്ച മുമ്പാണോ, ഇനി ഈ മൃതദേഹത്തിന് ഒരാഴ്ച പഴക്കമുണ്ടെന്നുള്ളത് പറഞ്ഞ് അതിലാണോ അവാസ്തവമായിട്ടുള്ള കാര്യമുള്ളത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. മീൻസ് അതൊരു
പ്രേതാനുഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ പിന്നെ അവിടെ പോകുന്നത് എനിക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്ന് വെച്ചാൽ ഞങ്ങൾ പുനലൂർ താമസിക്കുന്നതിൻ്റെ തിയേറ്ററിൻ്റെ ക്വാർട്ടേഴ്സായിരുന്നു. തിയേറ്ററിൽ അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ശവക്കോട്ടയാണ്. ഒരു മുസ്ലിം പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെയും ശവക്കോട്ട അടുത്തടുത്താണ്. അതായത് ക്രിസ്ത്യൻ പള്ളി രണ്ടും അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ശവക്കോട്ടയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കുട്ടിക്കാലത്ത്. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങത്തില്ല എന്ന് വെച്ചാൽ ഒരു പേടിത്തൊണ്ടനായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും അറിയപ്പെടുന്നത്. ഞാൻ ഈ പേടിയെ അതിജീവിക്കാനെടുത്ത ഒരു പ്രോസസ്സുണ്ട്. അതൊരു പ്രീ ഡിഗ്രിയെ കഴിഞ്ഞ് ഞാൻ പിന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. പോസ്റ്റ്മാനായിട്ട് പോകുന്ന ആ സമയത്ത് വരെ എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിനെ എല്ലാം ബ്രേക്ക് ചെയ്ത് വന്ന് ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ശരിക്കും ഈ അതൊരു വലിയ പ്രോസസ്സ് തന്നെയായിരുന്നു. ഞാൻ ഈ ഒറ്റയ്ക്ക് ഒരിടത്തും പോവുക. കുട്ടിക്കാലത്തെ നമുക്കിപ്പം വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് ഞാൻ ഏഴംകുളം അടൂർ ഒറ്റയ്ക്ക് പോകുന്നത്. അത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചില കുട്ടികൾക്ക് അതിന് പോലുള്ള ഭാഗ്യമില്ല. എല്ലാം അച്ഛനമ്മമാർ സ്പോൺസ് ഫീഡിങ് ആണ്. അപ്പം നമ്മൾ ഈ പേടി അതിജീവിക്കാൻ പ്രീ ഡിഗ്രി കാലം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ചായിരുന്നു അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ. അതിൽ ഒരു നല്ലൊരു ബാച്ച് ഞങ്ങൾ ശരിക്കും അറുമാതിച്ച്. ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഫസ്റ്റ് ഇയർ ഇല്ല. മീൻസ് +2 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ഞങ്ങളിങ്ങനെ അഞ്ചലൊരു തിയേറ്ററുണ്ട്, സലീം എന്ന് പറഞ്ഞാൽ ചെറിയ തിയേറ്റർ. ശരിക്കും വലിയ തിയേറ്ററിൽ കയറിയാൽ അച്ഛനെ അറിയും. കാര്യം അവിടെ ഉള്ളവർ കാര്യം പുനലൂർ രാമരാജ് വർക്ക് ചെയ്യുന്ന ആളുടെ മോന എന്നുള്ള രീതിയിൽ അറിയും. വർഷ എന്നുള്ള അച്ഛൻ എന്നുള്ള തിയേറ്റർ 2 ഉണ്ട് വേറെ. നമ്മൾ കൊച്ചി തിയേറ്ററിലെ സിനിമകളൊക്കെ കണ്ട് അങ്ങനെ അറുമാദിച്ച് നടന്നു. അപ്പോൾ എനിക്ക് ആ സമയത്തുണ്ടാകുന്ന ഒരു കൂട്ടുകെട്ടാണ് എന്നെ മോൾഡ് ചെയ്തത്. ഭയത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടുകെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാങ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം പിരിഞ്ഞു പോയി. എന്നാലും 1-2 പേരുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു റൂട്ടിലേക്കാണ് പോയത് പഠനം. പിന്നെ ആ ഒരു ഭാഗത്തൊരു ഏതായാലും ഇത്തരം അനുഭവങ്ങൾ അത് നമ്മള് വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാനും കേട്ടപ്പോഴാദ്യം ഞെട്ടി. അതുവരെ പറഞ്ഞ രീതിയല്ല. പെട്ടെന്ന് 3 മരിച്ചിട്ട് 7 ദിവസമായി. അവിടെ മൊത്തം ദുർഗന്ധമാണ്. പക്ഷെ അങ്ങക്ക് കിട്ടിയത് 3 ദിവസത്തിന് മുമ്പ് വന്നപ്പം അതേ സ്ഥലത്ത് ചന്ദ്രത്തിന്റെ ഗന്ധം എന്റെ മുന്നിലുണ്ട്. എനിക്കത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അനുഭവമായിട്ടാണ് തോന്നുന്നത്. കാര്യം നമുക്ക് ഇദ്ദേഹത്തിൽ എന്തോ ഒരു ദിവ്യത്വം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു അവധൂതന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ ദിവ്യത്വം എന്ന് പറയുന്നതൊക്കെ ഇത് തന്നെയാണ്. അതെ, തീർച്ചയായും ദിവ്യന്മാർക്ക് മാത്രമേ ഇത്തരം സാഹചര്യങ്ങൾ നമ്മളടുത്ത് വരുത്താനും പറ്റുള്ളൂ. നമ്മൾ ദിവ്യത്വം ഉള്ളതുകൊണ്ടല്ല, അവർക്ക് ആ ദിവ്യത ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നത് എന്തൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ചില ആൾക്കാർ നമ്മളൊക്കെ റോഡിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ജടയൊക്കെ പിടിച്ചിട്ടേ ഇങ്ങനെ പോകുന്ന ആൾക്കാരെ കാണുമ്പോഴേ അപ്പൊ നമുക്ക് തോന്നുന്നു അവർക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണെന്ന്. പക്ഷെ ശരിക്കും അവര് എൻലൈറ്റൻഡ് ആണ്. അവര് നോർമലാണ്. നമ്മളാണ് അപ്പൊ അവര് ഈ നിമിഷത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അവര് ആകാശത്തെ പറവകളെ പോലെ അവരിങ്ങനെ ഈ നിമിഷത്തിൽ ജീവിക്കുകയാണ്. അവര് വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, കളപ്പുകൾ കൂട്ടുന്നുമില്ല. ആകാശത്തെ പറവകളാണ്. അവരിങ്ങനെ ജീവിക്കുകയാണ് പൂർണ്ണമായ ഒരു ജീവിതം.